പെണ്ണ് കെട്ടിയാൽ കൂടെ വലിയൊരു ബിസിനസ്സും കിട്ടും. ഉസ്താദ് ഹോട്ടലിലെ കരീംക, ആ കഥാപാത്രത്തെ നമ്മളാരും മറന്നിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ കരീംകയുടെ പേരക്കുട്ടിയായ ദുൽഖറിന്റെ കഥാപാത്രത്തിന് ഹോട്ടൽ ബിസിനസ്സിൽ താല്പര്യമില്ലാതെ വിദേശത്ത് ഷെഫായിട്ട് ജോലിക്ക് പോയിരുന്നെങ്കിലോ? സിനിമയിലെ കരീംകയുടെ മകനായ സിദ്ദിഖിന്റെ കഥാപാത്രത്തിന് ഹോട്ടൽ ബിസിനസ്സിൽ വലിയ താല്പര്യമല്ല. പക്ഷേ ഭാഗ്യത്തിന് കൊച്ചുമകനായ ദുൽഖറിന്റെ കഥാപാത്രം അതിനോട് താല്പര്യം കാണിക്കുകയും ആ ബിസിനസ് തുടർന്നുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും പക്ഷേ ഒരു കുടുംബം പാരമ്പര്യമായി ചെയ്യുന്ന ബിസിനസ്സിൽ അതിന്റെ വരും തലമുറകൾക്ക് താല്പര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ബിസിനസ് സ്വാഭാവികമായിട്ടും നശിക്കും, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് പോകും. എന്നാൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ജപ്പാൻകാർ ചെയ്യുന്ന ഒരു തന്ത്രമുണ്ട്. മുക്കോയോഷി എന്നാണ് ആ തന്ത്രം അറിയപ്പെടുന്നത്. കാര്യം സിമ്പിളാണ്. ഇപ്പൊ ജപ്പാനിലെ ഒരു കുടുംബത്തിന്റെ വലിയ ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ കഴിവുള്ള ആരുമില്ല എന്ന് കാരണവന്മാർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ സ്വന്തം കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്നോ നല്ല കഴിവുള്ള ഒരാളെ കണ്ടുപിടിക്കും. എന്നിട്ട് കുടുംബത്തിലെ പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. അങ്ങനെ ആ ബിസിനസ് കുടുംബത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെ നല്ല രീതിയിൽ നിലനിന്നു പോകും. ഈ വിവാഹം കഴിച്ച ആളെ ആ കുടുംബം ദത്തെടുക്കുന്ന പോലെയാണ്. കാരണം ആ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പേരിലായിരിക്കും പിന്നീട് അയാൾ അറിയപ്പെടുന്നത്. ജപ്പാനിൽ ബിസിനസ് ഇപ്പോഴും പുരുഷന്മാർ കൈകാര്യം ചെയ്യുന്നത് പോലുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് കൂടിയാവാം ഈ ഒരു രീതി പിന്തുടരുന്നത്. ടൊയോട്ട, സുസൂക്കി, കാനോൺ പോലുള്ള പ്രശസ്തമായ കമ്പനികൾ പോലും ഈ ഒരു ടെക്നിക്ക് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. സുസൂക്കി കമ്പനിയിലൊക്കെ 4 തലമുറകളായിട്ട് ഇങ്ങനെ മരുമക്കളാണ് ബിസിനസ് നിയന്ത്രിക്കുന്നത്. ഈ അറിവൊക്കെ കേൾക്കുന്ന സമയത്ത് പെണ്ണ് കെട്ടി രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു ഫ്രണ്ടിനെ ഓർമ്മ വരുന്നില്ലേ? അവനൊന്ന് മെൻഷൻ ചെയ്തേക്കൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.